രാജ്യം ഒറ്റ മനസ്സായി നിൽക്കുമ്പോൾ ഒരിക്കലും കക്ഷി രാഷ്ട്രീയം പറയാൻ പാടില്ലാത്ത ചില വിഷയങ്ങളിൽ ചിലർ ബോധപൂർവം തന്ത്രപൂർവം ഇടപെടുന്നുണ്ടോ, വർത്തമാനം പറയുന്നുണ്ടോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് അതിഥികളായുള്ളത് രഞ്ജിത്ത് ചന്ദ്രൻ, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KT കുഞ്ഞിക്കണ്ണൻ, ഇടതുചിന്തകൻ, ഒപ്പം PS സലീം, കോൺഗ്രസ് നേതാവ്, ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ. ഇവർ രണ്ടുപേരെയും ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് കടക്കുകയാണ്. രണ്ട് ആണവ ശക്തികൾ യുദ്ധമുഖത്താണെന്നും വിനാശകരമായ സ്ഥിതിഗതികൾ ഉണ്ട് എന്നും അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തലുകൾ. പുൽവാമയിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ രാജ്യത്തിന്റെ 40 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. നമ്മുടെ സൈനികർ പുൽവാമയിൽ എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് രാജ്യത്തിനോട് കൃത്യമായി പറയാൻ ഗവൺമെന്റിനായിട്ടില്ല. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി എന്ന പൊൻതൂവൽ കൂടിയുള്ള രാജ്യമാണ് നമ്മുടേത്. വൻ സുരക്ഷാ വീഴ്ച, തുടർന്ന് ബലാക്കോട്ടിൽ നടന്ന സൈനിക ഇടപെടൽ. ഔദ്യോഗികമായി ഇതിന്റെ വസ്തുതകൾ ഈ രാജ്യത്തോട് പറയാതെ ഇപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പിടിവള്ളിയായി മനുഷ്യത്വരഹിതമായി ഈ വികാരത്തിനെ ഉപയോഗിക്കുന്നുണ്ടോ ചിലർ എന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ആദ്യം ശ്രീ രഞ്ജിത്തിലേക്ക് പോവുകയാണ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. രഞ്ജിത്ത്, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിനോട് പറയുന്നത് രാജ്യം ഈ കൈകളിൽ സുരക്ഷിതമാണ് എന്നാണ്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത നിലയിൽ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കൃത്യമായ ആക്രമണങ്ങൾ തുടർച്ചയായ ഇടവേളകളിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം യെദ്യൂരപ്പയെ പോലെയുള്ള ചില മുഖ്യമന്ത്രിമാർ രാജ്യത്തിനോട് പറയുന്നത് 28ൽ 22 സീറ്റും ഇങ്ങനെ ഒരു സൈനിക നടപടിയുടെ ഭാഗമായി നമുക്ക് ലഭിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് രാജ്യത്തിനോട് നിങ്ങൾക്ക് BJP പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 14-ാം തീയതി നമ്മളെല്ലാവരും തന്നെ വളരെയധികം വേദനിച്ചൊരു ദിവസമാണ്. കാരണം പുൽവാമയിൽ ഒരു വാഹന വ്യൂഹത്തിന് നേരെ, സൈനികർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ഒരു ചാവേറായിട്ടുള്ള ഒരു ഭീകരൻ ബോംബ് ഘടിപ്പിച്ച വാഹനവുമായിട്ട് വന്ന് ആ വാഹന വ്യൂഹത്തെ ആക്രമിച്ച് ഇവിടുത്തെ ധീരയോദ്ധാക്കളായിട്ടുള്ള 40ഓളം വരുന്ന CRPF ജവാന്മാരെ ചുട്ടരിച്ചു. നമ്മളെല്ലാവരും വലിയ രീതിയിൽ വിഷമിച്ചു. പക്ഷേ അന്നേ ദിവസം തന്നെ ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഭാരതത്തിലെ ജനതയ്ക്ക് വാക്കുകൊടുത്തു, ഈ ധീരയോദ്ധാക്കളുടെ ജീവത്യാഗം പാഴായി പോകില്ല. ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നു, ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും, സമയവും സന്ദർഭവും സ്ഥലവും എങ്ങനെയാണെന്നും ഉള്ളത് ഇന്ത്യൻ സൈന്യം തീരുമാനിക്കും എന്നുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള പിന്തുണയും ശക്തമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ബലാക്കോട്ട് എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര തീവ്രവാദ പരിശീലന കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാനിൽ നമ്മൾ പല തവണ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, ജെയ്ഷെ മുഹമ്മദിന്റെ ഈ പഞ്ചനക്ഷത്ര തീവ്രവാദ പരിശീലന കേന്ദ്രത്തെ നിങ്ങൾ ഉന്മൂലനം ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ജെയ്ഷെ മുഹമ്മദിന്റെ പഞ്ചനക്ഷത്ര തീവ്രവാദ കേന്ദ്രത്തിനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ആ പഞ്ചനക്ഷത്ര തീവ്രവാദ പരിശീലന കേന്ദ്രത്തിനെ തകർത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാം, അതിനെ പ്രതിരോധിക്കുവാൻ എന്നോണം അമേരിക്കയുടെ F-16 വിമാനങ്ങളടക്കം ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിമാനങ്ങളെ തൊടുത്തുവിട്ടു. പക്ഷേ ഇന്ത്യയുടെ MiG-21 വിമാനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ആ F-16 വിമാനങ്ങളെ എല്ലാം തന്നെ നിഷ്കാസനമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം ആ MiG-21 വിമാനത്തിൽ നിന്നും നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന സിംഹക്കുട്ടി വർദ്ധമാന്റെ മകനായിട്ടുള്ള ധീര യോദ്ധാവ് അദ്ദേഹം പാരച്യൂട്ടിൽ ഇറങ്ങിയപ്പോൾ അത് ഏതാണ്ട് 10-25 കിലോമീറ്റർ മാറി അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലോട്ട് പോവുകയുണ്ടായി. ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ, ഒന്നിടപെടുകയാണ് ഞാൻ ഈ കാര്യത്തിൽ. ഒന്നും നമുക്ക് തർക്കമില്ല. കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ സൈനിക നടപടിയെ സംബന്ധിച്ച് താങ്കളുടെ വാക്കുകളിൽ പോലും ആ വൈകാരികത ഞാൻ കാണുന്നു. ആ വൈകാരികതയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും എന്ന് കരുതുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം കേവലമായി ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി വർത്തമാനം പറയുന്നത് അത് ആരായാലും ശരിയാണോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായി ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം കണ്ടത്?
ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം കണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയോട് അഭിസംബോധന ചെയ്യണം. 40 സൈനികർ ധീരയോദ്ധാക്കൾ ഇവിടെ മരണപ്പെട്ടു പോകുമ്പോൾ ഇന്ത്യ വിറങ്ങലിച്ചു പോകരുത്. ഇന്ത്യയുടെ സാധാരണപ്പെട്ട ജനങ്ങൾ, ഇന്ത്യയുടെ ബാക്കി മുഴുവൻ പട്ടാളം, അവർക്ക് ആത്മവിശ്വാസം നൽകേണ്ട ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, പ്രധാന സേവകനാണ്. അദ്ദേഹം മുഴുവൻ 130 കോടി ജനങ്ങളെയും അഭിസംബോധന ചെയ്യുമ്പോൾ അവർക്ക് ആത്മവിശ്വാസദായകമായിട്ടുള്ള പ്രചാരണം മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ അദ്ദേഹം നടത്തുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് അഭിനന്ദൻ വർത്തമാൻ ഈ പാകിസ്ഥാൻ മണ്ണിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിടികൂടുമ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചു, ഇന്ത്യയുടെ തല താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതിന് സമാനമല്ലേ ഇവിടെ ഉണ്ടായത്? താങ്കളുടെ പ്രതികരണത്തോട് ഞാൻ യോജിക്കുന്നു. യെദ്യൂരപ്പ അടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തെയും ഇതേ അർത്ഥത്തിൽ തള്ളിക്കളയാൻ താങ്കൾ തയ്യാറാണോ എന്നാണ്. അല്ല, അതിനെക്കുറിച്ച് ബഹുമാന്യമായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വം ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബൈറ്റിന്റെ ശകലം മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാൻ വേണ്ടി പാടില്ല. പാർട്ടി നേതൃത്വം ഇന്നലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ അവരാരും തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യയുടെ ജനതയ്ക്കുമൊക്കെ തന്നെ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലല്ലാതെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും അവരാരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, പാകിസ്ഥാനിലെ ഇന്ത്യൻ ആക്രമണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യുദ്ധമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള BJP RSS ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ പറയുകയുണ്ടായി. പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ആ വെടിവെച്ച് വീഴ്ത്തിയ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള തീവ്രവാദി സംഘടനകളെ ഉന്മൂലനം ചെയ്യണമെന്നല്ല, അവരുമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് CPM എന്ന്. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇതൊരു ആദ്യ പ്രതികരണമല്ല രഞ്ജിത് ചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഒരു BJP-യുടെ പൊതു നിലപാട് കൂടിയാണ്. CPIM പലപ്പോഴും ഇക്കാര്യത്തിൽ ഒരു രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ ശക്തമായി ഇപ്പോൾ അദ്ദേഹം ഈ ചർച്ചയിലും അത് ആവർത്തിക്കുന്നു. രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദിയോ BJP-യോ RSS-ഓ അല്ല, മറിച്ച് CPM-നെ പോലെയുള്ള സംഘടനകളാണ്. അത് പ്രത്യേകിച്ച് അവർ തന്നെ പറയുന്നത് കേരളത്തിലോ 1-2 സംസ്ഥാനങ്ങളിലോ മാത്രമല്ല ആ പാർട്ടിയുടെ അഭിപ്രായം കൂടി എന്ന നിലയിൽ കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് KT കുഞ്ഞിക്കണ്ണൻ ഈ സ്ഥിതിഗതികളെ കാണുന്നത്? എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി നടക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങളും തിരിച്ചടികളും ഒക്കെ ഉള്ള രാജ്യത്ത് മോദി ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ അശാന്തിയോടുകൂടി CPIM ഇടത് നിരീക്ഷകർ ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നതും സമൂഹത്തിനോട് സംവദിക്കാൻ ശ്രമിക്കുന്നതും? അതിന്റെ കാരണം എന്താണ്? പാകിസ്ഥാനിലെ ഭീകരവാദ സംഘങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താല്പര്യമാണ്. കാരണം ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഭീകരവാദ സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 1947-48 കാലത്ത് സ്വാതന്ത്ര്യാനന്തരം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകണമെന്നുള്ളത് ഇന്ത്യൻ ജനതയുടെയും കാശ്മീരി ജനതയുടെ അഭിലാഷമായിരുന്നു. ആ അഭിലാഷത്തിന് വിരുദ്ധമായി കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണം എന്ന വാദം മുന്നോട്ട് വെച്ചത് എനിക്ക് മുമ്പൂടെ സംസാരിച്ച സുഹൃത്തിൻ്റെ ഹിന്ദു മഹാസഭയും RSS-ഉമാണ്. അന്ന് ദോഗ്രി വംശജനായ മഹാരാജാവ് സ്വതന്ത്ര കാശ്മീരിന് വേണ്ടി ഇന്ത്യൻ യൂണിയനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിൽ പങ്കാളിയായ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഇങ്ങനെ കാശ്മീരിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, പുതുതായി രൂപം കൊണ്ട രാജ്യങ്ങൾ തമ്മിൽ വലിയ തർക്കമുയർന്നു വന്ന ഒരു സന്ദർഭത്തിലാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ ഈ പ്രശ്നത്തിൽ നേരിട്ടിടപെടുന്നത്. കാരണം കാശ്മീരിൻ്റെ ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ പങ്കിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള
പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കാശ്മീരിന് ഭൂമിശാസ്ത്രപരമായി വലിയ പങ്കുണ്ടെന്നറിയാവുന്ന അമേരിക്കയാണ് പാക് മിലിറ്റന്റുകളെ, ഗോത്ര മിലിറ്റന്റുകളെ ഒന്നിപ്പിച്ച് റസൽ ഹൈറ്റ്സ് എന്ന് പേരുള്ള അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനാണ് കാശ്മീരിലേക്ക് മാർച്ച് നയിച്ചത്. അന്ന് കൈയടക്കിയ പ്രദേശങ്ങളാണ് ഓക്യുപ്പൈഡ് കാശ്മീർ, POK. ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കാനുള്ള വിഘടനവാദ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയ ദോഗ്രി രാജാവും അയാൾക്ക് പിറകിൽ അവതരിപ്പിച്ച രജപുത്ര ബ്രാഹ്മണ ഫ്യൂഡൽ ശക്തികളുമാണ് ഇന്നത്തെ കാശ്മീർ പ്രശ്നത്തിന് ആഭ്യന്തരമായി തീയിട്ട് കൊടുത്തത്, തിരികൊളുത്തിയത്. ആ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോഴാണ് കാശ്മീരിലെ അശാന്തി എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഈ മേഖലയിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ കൂടി ഉൾച്ചേർന്നതാണ്. അതങ്ങനെ തന്നെ നമ്മൾ കാണണം. സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എങ്ങനെയാണ് കാശ്മീരിനെ ഇന്നത്തെ സങ്കീർണതയിലേക്ക് എത്തിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാത്ത് മലാക്കുണ്ട് താഴ്വരയിലും ഈ ഖൈബർ പക്തൂൺ മേഖലയിലും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തൊട്ടുള്ള ലഷ്കർ തോയിബ തൊട്ടുള്ള എല്ലാ ഭീകരവാദ സംഘങ്ങളും, ഈ ഭീകരവാദ സംഘങ്ങളെല്ലാം ഒരു സംശയത്തിനുമിടയില്ല, അവരെല്ലാം തന്നെ അമേരിക്കയുടെ സൃഷ്ടിയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്തായാലും ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ ചോദ്യം താങ്കൾക്ക് മുന്നിൽ വെച്ചിരുന്നത് വീണ്ടും എനിക്ക് മനസ്സിലാവും താങ്കൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും ചോദ്യം വീണ്ടും കൃത്യമായി മുന്നിലേക്ക് വെക്കുന്നത് ഇടതു സഹയാത്രികരും അല്ലെങ്കിൽ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPIയും അടക്കമുള്ള സംഘടനകൾ നരേന്ദ്രമോദി ഇക്കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെ വലിയ ഭയാനകതയോടുകൂടി രാജ്യത്തിന് മുന്നിൽ ക്യാമ്പയിനായി ഉയർത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു വികാരം കൂടിയാണ് യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ രഞ്ജിത് ചന്ദ്രൻ ഇവിടെ പങ്കുവച്ചത്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അത്ര പേടിയോടുകൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ ഉയർത്തിയെടുക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പ്രശ്നത്തിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് മനസ്സിലാക്കുമ്പോഴാണ് നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഭരണവർഗങ്ങൾക്കുള്ള താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. കാശ്മീരിനെ നിമിത്തമാക്കിക്കൊണ്ട് ഈ മേഖലയിൽ സംഘർഷം ഉണ്ടാക്കുക, അതുവഴി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം, ഒരു പ്രോക്സി വാറിന്റെ അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സാമ്രാജ്യത്വ താല്പര്യമാണ്. അതിന് ഇന്ത്യയിലെയും പാകിസ്ഥാന്റെയും ഭരണവർഗങ്ങളെ ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഭരണവർഗങ്ങളും പാകിസ്ഥാൻ ഇന്ത്യയിലെയും എല്ലാ കാലത്തും ഈ വിഷയത്തിൽ എന്താണ് ദേശീയ സംഘടിതവാദപരമായ ഒരു ലഹരി സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ദേശീയ സംഘടിതവാദപരമായ ലഹരി പലപ്പോഴും എന്താണ് ഒരു യുദ്ധോത്സുകതയിലേക്ക്, യുദ്ധവെറി ഉണ്ടാക്കുന്നതിലേക്കാണ് എത്തിയത്. അത്തരം യുദ്ധവെറികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാശ്മീർ പ്രശ്നം, അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം യുദ്ധത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല കാശ്മീരും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം. അത് ഉയർന്ന രീതിയിലുള്ള ആഗോള സമൂഹത്തിന്റെ കൂടി സഹായത്തോടു കൂടി ഇരു രാജ്യങ്ങളും നടത്തേണ്ട, ഇരു രാഷ്ട്രങ്ങളും നടത്തേണ്ട ഉഭയകക്ഷി ചർച്ചകളുടെയും നയതന്ത്രപരമായ നീക്കങ്ങളുടെയും പ്രശ്നമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ വിഷയത്തെ നെഞ്ചുവണ്ണത്തിന്റെയും മാറുവണ്ണത്തിന്റെയും കയ്യൂക്കിന്റെയും പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല. ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പുൽവാമയിലെ ഭീകരാക്രമണം നമുക്കറിയാമല്ലോ. കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും കാശ്മീർ ഗവർണർ തന്നെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? 2500 ചില്ലാനം വരുന്ന ജവാന്മാരെ, അവരുടെ സൈനിക വ്യൂഹത്തിന്റെ വാഹനങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒന്നിച്ചു നീക്കി സംഭവങ്ങൾ ഉണ്ടായി. ആ സുരക്ഷാ പാളിച്ചക്കാരാണ് ഉത്തരം പറയാം. ആ സുരക്ഷാ പാളിച്ച ആണ് ഭീകരാക്രമണത്തിന് കാരണമായത്. ആ ഭീകരാക്രമണത്തിന് ഇന്ത്യ ബാലക്കോട്ടിൽ ചെന്നിട്ട് ഭീകരവാദികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അഭിമാനകരമായ, അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. തുടരുക. പക്ഷേ അവിടെയാണ് നമ്മുടെ സൃഷ്ടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവ് കൂടി ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ PA സലീം, ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു നിർത്തിയെടുത്തു തന്നെയാണ് നമ്മുടെ സൈനിക നീക്കവും ആ വിഷയത്തിലുള്ള നമ്മുടെ കൃത്യമായ ഇടപെടലും രാജ്യം അഭിമാനത്തോടു കൂടി കണ്ടതാണ്. ഒരേ മനസ്സോടെ, ഒരേ വൈകാരികതയോടുകൂടി തന്നെ ഭീകരവാദികൾക്ക് തിരിച്ചടി ഉണ്ടാകണം എന്ന് രാജ്യം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ തുറന്നു പറഞ്ഞവരുണ്ട്, മനസ്സിൽ മന്ത്രിച്ചവരുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 22ഓളം പ്രതിപക്ഷ പാർട്ടികളും യോഗം ചേർന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് എല്ലാ കക്ഷി രാഷ്ട്രീയവും മറന്ന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന നടപടിയെ പ്രശംസിക്കുന്നു. തീർച്ചയായും സൈന്യത്തിനോടൊപ്പം രാജ്യത്തിന്റെ എല്ലാ മനസ്സും ഉണ്ടാകും, അതിന്റെ പ്രതീകമായി എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ
ഈ ചില പ്രശ്നങ്ങളുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നിരന്തരമായി ഉണ്ടായിട്ടും അട്ടിമറി സംഭവിച്ചോ എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നു. ചില കാര്യങ്ങളിൽ നിഗൂഢതകൾ ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ഫാബിയൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തോടും ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിൽ ഏറ്റവും പ്രസക്തമാകുന്നത് PS സലീം, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന വർത്തമാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ വിഷയത്തിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചില നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ നിരീക്ഷണം എന്താണ്? അല്ല ആനന്ദ്, ഇത് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഭീകരവാദത്തിനെതിരാണ്. കാശ്മീരിന്റെ മണ്ണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്ന കാര്യത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യൻ ജനത ഒരു വികാരമായി ചിന്തിക്കുന്നതുമാണ്. പക്ഷേ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ യുദ്ധകാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രലേഖകരുടെയൊക്കെ മുമ്പിൽ ഒട്ടേറെ സംശയങ്ങൾ, ദുരൂഹതകൾ ബാക്കി വെച്ചാണ് ഈ പുൽവാമ ആക്രമണം ഇന്ന് നൽകി. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, വളരെ വളരെ കൃത്യമായ സ്പെസിഫിക്കായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് മുമ്പിൽ അത്തരമൊരു കൃത്യമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് 44 ഇന്ത്യൻ സൈനികർ നമുക്ക് നഷ്ടമാകുന്നത്. അവിടെ നമ്മുടെ സൈന്യത്തിന് മുമ്പിൽ ഒട്ടേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവരെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ വരുന്ന വളരെ സെൻസിറ്റീവായ ഈ പാതയിൽ ഉണ്ടാവേണ്ട ഇതുപോലൊരു സൈനിക വ്യൂഹം കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ട ചെക്ക് പോയിന്റുകളുടെ അസാന്നിധ്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ സംശയങ്ങളും ഈ ദുരൂഹതകളും ഒക്കെ ബാക്കി നിൽക്കുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ പിന്നിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പിന്നിൽ ഒരു ജനതയെ അണിനിരത്തണമെന്നുള്ള നിശ്ചയദാർഢ്യം, അതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ഒന്നിച്ചു നിന്ന് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകിയത്. പക്ഷേ നമ്മൾ കണ്ടതാണ്, നമുക്ക് ലോക ചരിത്രം നമുക്കറിയാം, ഈ യുദ്ധത്തിലും സമാധാനത്തിലും എടുക്കുന്ന ഗവൺമെന്റിന്റേതാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ എടുക്കുന്ന നിലപാടുകൾക്ക് അതിൻ്റെതായ ഒരു വ്യതിരക്തത ഉണ്ടാവേണ്ടതാണ്. ഇവിടെ പക്ഷേ നരേന്ദ്രമോദി സ്വീകരിച്ചത് യുദ്ധത്തിലും സമാധാനത്തിലും അദ്ദേഹം ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി കാണുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പല പ്രമുഖരും ആ രീതിയിൽ ചിന്തിക്കുന്നു. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് PS സലീം ദയവായി ടെലിഫോണിൽ തുടരുക. ഇപ്പോൾ ഫാബിയൻ കൂടി, നയതന്ത്ര വിദഗ്ധൻ. ഫാബിയൻ, അത് തന്നെയാണ് താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി പെടുത്തുന്നത്. മുൻ റോയുടെ മേധാവിയായിട്ടുള്ള AS ദുലത്ത്, അദ്ദേഹം ഒരു മാഗസിന് നൽകിയ വളരെ നിർണായകമായ ഒരു അഭിമുഖം. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ അപകടകാരികളായ അയൽക്കാരാണ് നമ്മുടേത്. ആ വെല്ലുവിളി എല്ലാ ഘട്ടത്തിലും നമ്മുടെ പ്രധാനമന്ത്രിമാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വാജ്പേയിയും മൻമോഹൻ സിംഗും ഒക്കെ ചെയ്യേണ്ടത് വളരെ നിശബ്ദമായി കൈകാര്യം ചെയ്തുവെങ്കിൽ നരേന്ദ്രമോദി ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നതിനെ അത്ര പിന്തുണയ്ക്കാൻ കഴിയുന്ന നിലയല്ല എന്ന് റോയുടെ മുൻ മേധാവി ഒരു മാഗസീന് ഈ ഘട്ടത്തിൽ ഒരു അഭിമുഖം നൽകുമ്പോൾ എങ്ങനെയാണ് ഒരു നയതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ, നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ ചോദ്യങ്ങൾ മാറ്റിവെച്ചതാണ്. ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ പുൽവാമ അക്രമം ഉണ്ടാകുമ്പോഴും തുടർന്ന് ബലാക്കോട്ടിൽ സൈന്യം തിരിച്ചടിക്കുമ്പോഴും ഒക്കെ രാഷ്ട്രീയ പരിശോധനകളിലേക്ക് പോകാൻ രാജ്യം ആഗ്രഹിച്ചിരുന്നതേയില്ല. പക്ഷേ വലിയ നിലയിൽ രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉയർന്നു വരുന്നു. ഫാബിയൻ, ശ്രീ KP ഫാബിയൻ, താങ്കൾ കേൾക്കാമോ? ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്. രഞ്ജിത് ചന്ദ്രനിലേക്ക് തന്നെ വരികയാണ്. രഞ്ജിത് ചന്ദ്രൻ, ഈ ചോദ്യം തന്നെയാണ് വളരെ നിർണായകമായത്. റോയുടെ മുൻ മേധാവിയാണ് ഇങ്ങനെ ഒരു നിർണായകമായ
കാര്യം പറയുന്നത്. അതിന് ഒരുപാട് അടിസ്ഥാനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാജ്പേയി, മൻമോഹൻ സിംഗ് അടക്കമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചവർക്കൊക്കെയും ഈ വെല്ലുവിളിയെ വളരെ ശക്തമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മോദി ഇക്കാര്യത്തിൽ എടുക്കുന്ന ചില സമീപനങ്ങൾ, ചില വെല്ലുവിളികൾ, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ വേദികളിൽ ഉയർത്തുന്ന വർത്തമാനങ്ങൾ ഒട്ടും ഗുണകരമല്ല ഈ സങ്കീർണമായ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്നൊരു നിരീക്ഷണം റോയുടെ ഒരു മുൻ മേധാവി നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുക? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മഹാസഭയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധമുള്ളത് നിങ്ങൾക്കാ. നിങ്ങളുടെ മുൻ സ്പീക്കർ, ലോകസഭയുടെ മുൻ സ്പീക്കർ ചാറ്റർജിയുടെ അച്ഛൻ നിർമ്മൽ കുമാർ ചാറ്റർജി, അദ്ദേഹമായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവ്. നമുക്ക് യാതൊരു ബന്ധവുമില്ല ഹിന്ദു മഹാസഭയുമായിട്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും താങ്കൾ ഹിന്ദു മഹാസഭയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് CPM-നായിരുന്നു, CPM-ന്റെ നേതാക്കൾക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ ഈ ബലാക്കോട്ടിൽ തീവ്രവാദ ആക്രമണം അല്ല ബലാക്കോട്ടിലെ നക്ഷത്ര സമാനമായിട്ടുള്ള തീവ്രവാദ കേന്ദ്രം തകർത്തില്ല, അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രത്തിൽ തീവ്രവാദികളുടെ എണ്ണം കുറവ്, അവിടെ എത്ര തീവ്രവാദികളാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ പല കോണുകളിൽ നിന്നുള്ള ചർച്ചകൾ വരുന്നു. ഇത് ആരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്? പാകിസ്ഥാന്റെ ഗവൺമെന്റിന് ഇതായിരുന്നു ആവശ്യം. പാകിസ്ഥാന്റെ ഗവൺമെന്റിന്റെ ആവശ്യം കാരണം അവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നില്ല എന്നും അവിടെ ഇങ്ങനെ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തീവ്രവാദികളുടെ മരണം സംഭവിച്ചില്ല എന്നും പറയേണ്ടത് പാകിസ്ഥാന്റെ സ്വരമാണ്. അത് പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും സ്വരമാണ്. ആ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും സ്വരമാണ് ഇന്നിപ്പോ പല കോണുകളിൽ നിന്നും, ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ആ രീതിയിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ പൂർത്തീകരിക്കുകയാണെങ്കിൽ, ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ സിംഹക്കുട്ടി വർത്തമാന്റെ മകൻ ശ്രീ അഭിനന്ദ് ഇവിടെ പിടിയിലായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ തല കുനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ തല കുനിച്ചില്ല. പാകിസ്ഥാൻ കേവലം 60 മണിക്കൂർ കൊണ്ട് അവരുടെ കസ്റ്റഡിയിലായിട്ടുള്ള ഒരു ഇന്ത്യയുടെ വിംഗ് കമാൻഡറെ കേവലം 60 മണിക്കൂർ കൊണ്ട് ഇന്ത്യക്ക് തന്നുവെങ്കിൽ ഇവർ പലപ്പോഴും നരേന്ദ്രമോദിജിയുടെ യാത്രകൾ, വിദേശ യാത്രകളെയൊക്കെ തന്നെ ഈ നാട്ടിലെ CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ പരിഹസിച്ചിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ് യഥാർത്ഥത്തിൽ UAE-യുടെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ സമ്മർദ്ദ ഫലമായിട്ട് പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനം ഉണ്ടായല്ലോ. ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുപ്പിക്കരുത് എന്ന് പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നു. പാകിസ്ഥാൻ വിട്ടുനിൽക്കുമെന്ന് വരെ ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറഞ്ഞു. എന്നിട്ട് പോലും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ അവിടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുപ്പിച്ചു. പാകിസ്ഥാനും അവിടെ വന്ന് പങ്കെടുക്കേണ്ട ഗതികേട് വന്നു. അവിടെ പാകിസ്ഥാനെതിരായിട്ട് ബഹുമാന്യയായിട്ടുള്ള വിദേശകാര്യ വകുപ്പ് മന്ത്രി പാകിസ്ഥാനും തീവ്രവാദത്തിനുമെതിരായിട്ട് അവിടെ അവർ പ്രമേയം അവതരിപ്പിച്ചു. മതം ഒരിക്കലും ഒരു ആയുധമാകരുത് എന്ന നിലപാട് കൂടി സുഷമ സ്വരാജ് ആ യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ കെ പി ഫാബിയാൻ, താങ്കളിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം ഇതാണ്. പല പ്രധാനമന്ത്രിമാർ വരുമ്പോഴും നമ്മുടെ വളരെ അപകടകരമായ അയൽക്കാരെന്ന നിലയിൽ പാകിസ്ഥാന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തന്ത്രപരമായും നയപരമായും നിലപാടെടുക്കുക എന്നത് ബഹളമുണ്ടാക്കുന്നതോ സംസാരിക്കുന്നതിലോ അല്ല, മറിച്ച് നിശബ്ദമായി കൈകാര്യം ചെയ്തവരുണ്ട്. ഇത് പറയുന്നത് AS ദുലത്താണ്, റോയുടെ മുൻ മേധാവി. ഒരു മാഗസിന് കൊടുക്കുന്ന നിർണായകമായ ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ സൈനിക നടപടിയെ സംബന്ധിച്ച് സൈനിക കേന്ദ്രങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രഞ്ജിചന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ 300 പേർ കൊല്ലപ്പെട്ടു, 350 പേർ കൊല്ലപ്പെട്ടു, അങ്ങനെ നിരവധി കണക്കുകൾ, തർക്കങ്ങൾ, രാഷ്ട്രീയമായ ക്യാമ്പയിനുകളായി ഇത് മാറുന്നു. എങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ, ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടിൽ സംശയലേശമന്യേ ഒരു പ്രധാനമന്ത്രിയുടെ നിഷ്പക്ഷത കാണാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ, നയതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ? കെ പി ഫാബിയാൻ. എന്റെ അഭിപ്രായത്തിൽ ഈ ബാലക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബോംബാക്രമണം നടത്തിയതിനു ശേഷം ഉണ്ടായ മീഡിയ മാനേജ്മെന്റിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ന്യൂയോർക്ക് ടൈംസിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, വെസ്റ്റേൺ ഡിപ്ലോമാറ്റ്സും സെക്യൂരിറ്റി എക്സ്പേർട്സും പറയുന്നു ഈ ബാലക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കുറെ നാൾ മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പ് നിർത്തിയിട്ട് കുറെ നാളായി. അതൊന്ന്. അപ്പോ ലോകം പിന്നെ ഡിപ്ലോമാറ്റ്സ്, വെസ്റ്റേൺ ഡിപ്ലോമാറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ മീഡിയ ബാറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത് 300 പേരെ കൊന്നു, 350 പേരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സൾട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ മൂല്യങ്ങൾക്ക് എതിരാണ്. മൂന്നാമത്, നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കർ പറഞ്ഞു ഇന്ത്യ വിംഗ് കമാൻഡർ വിട്ടുവന്നത് പാകിസ്ഥാൻ പേടിച്ചിട്ടാണ് വിട്ടുവെന്ന് പറഞ്ഞു. അത് ശരിയല്ല. പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. UAE-യിലെയും സൗദി അറേബ്യയിലെയും അമേരിക്കയിലെയും ചൈനയുടെയും സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ പറഞ്ഞു ഇതൊരു എന്താ പറയാ ബാർഗനിങ് ചിപ്പായിട്ട് എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ വിംഗ് കമാൻഡർ ഉടനെ തന്നെ വീട്ടണമെന്ന് പറഞ്ഞു. അത് പാകിസ്ഥാൻ ചെയ്തു. പക്ഷെ അതിൽ നമ്മൾ എക്സൾട്ട് ചെയ്തിട്ട് ആവശ്യമില്ല. കാരണം ഒന്ന് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാകും, പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്ക് നല്ലതാണ് ഈ ആളെ ഇങ്ങനെ വിട്ടു തന്നത്. കാരണം നമ്മുടെ അഭിനന്ദനെ പിടിച്ചു വെച്ചാൽ എത്ര നാളത്തേക്ക് പിടിച്ചു വെക്കാൻ പറ്റും? അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അല്ല ശരി, KP ഫാബിയാൻ, എന്റെ ഒരു സംശയം ഇതാണ്. നമ്മുടെ രാജ്യം വളരെ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുൽവാമയിൽ 44 നമ്മുടെ ധീരനായ സൈനികർ കൊല്ലപ്പെടുന്നു, ദാരുണമായി കൊല്ലപ്പെടുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അത് ഉണ്ടാകുന്നു. വളരെ റെസ്ട്രിക്റ്റഡ് ആയ ഏരിയ ആണ്. സൈനിക വാഹന വ്യൂഹം കടന്നു പോകുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു പുറത്തുനിന്ന് ഒരാളിന് വരാൻ ചിന്തിക്കുന്നത് പോലും കഴിയാൻ സാധിക്കാത്ത ഇടമാണ്. ആ ചർച്ചകളൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ മാറ്റിവെച്ചു. കാരണം രാജ്യം ഒന്നാകെ വേദനിക്കുകയായിരുന്നു, വിങ്ങുകയായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നു, പരിശോധനകൾ പുറത്തു വരുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഇത് അറിയാനുള്ള അവകാശമില്ലേ? രാജ്യത്തിന്റെ സൈന്യത്തിനെ പറയാൻ അനുവദിക്കാത്തതാണോ? സ്ഥിരീകരിക്കാൻ കാര്യങ്ങൾ അനുവദിക്കാത്തതാണോ? ഗവൺമെന്റിന് ഇതിനോടകം ഇക്കാര്യത്തിൽ ഒരു സുതാര്യത വരുത്തേണ്ടതല്ലേ? അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? രാജ്യമാകെ ഒരു വലിയ ആശങ്കയിലാണ് ഫാബിയാൻ. ഞാൻ സമ്മതിക്കുന്നു. അത് ആശങ്കയ്ക്ക് അർത്ഥമുണ്ട്, അതിന് റെലവൻസ് ഉണ്ട്. അതേസമയത്ത് തന്നെ നമ്മൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കണം. ഈ പുൽവാമയില് എന്തുകൊണ്ട് 2500 CRPF പേഴ്സണലിനെ 70-75 ബസ്സുകൾ കൂടെ ആവശ്യമുള്ള സെക്യൂരിറ്റി ഇല്ലാണ്ട് എന്തുകൊണ്ട് അയച്ചു? അങ്ങനെ അയച്ചതുകൊണ്ട് ഒരു സിറ്റിംഗ് ഡക്കായ പോലെ ടെററിസ്റ്റിന് ഒരു സന്ദർഭം നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്തത്? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ രഞ്ജിചന്ദ്രൻ, താങ്കളോട് ഇതുവരെ ചോദിച്ചതുപോലെ അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ. വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പൊളിറ്റിക്കലായ ഒരു സമീപനം വന്നതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിവെച്ച് വളരെ തുറന്ന് താങ്കളോട് ചോദിക്കുകയാണ്. ഈ കാര്യങ്ങൾ അതിശക്തമായി പരിശോധിക്കപ്പെടേണ്ടതും കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതും ഒരുപക്ഷെ ഈ രാജ്യത്തിനോട് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 40-ലധികം വരുന്ന ധീരരായ യോദ്ധാക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് ലീവൊക്കെ കഴിഞ്ഞ് അവിടേക്ക് വരുന്നതാണ്. മഞ്ഞുവീഴ്ച കാരണം പോകാൻ കഴിയുന്നില്ല. ഒരു വലിയ വ്യൂഹമായി 2000-ഓളം വരുന്ന സൈനികർ സഞ്ചരിക്കുന്നു. ഒരു കാരണവശാലും ഉണ്ടാകേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ അട്ടിമറിക്കപ്പെടുന്നു. വളരെ മൃഗീയമായി അവർ കൊല ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. കാരണം അത്ര കണ്ട് സൈനിക ഏരിയ കൂടിയാണ് അവിടെ. അക്കാര്യങ്ങളൊക്കെ തുറന്ന് പരിശോധിക്കുകയും ഒരുപക്ഷെ രാജ്യത്തിലെ ജനങ്ങളോട് സംവദിക്കുകയും തുറന്നു പറയേണ്ടതുമായ മാന്യത പോലും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇതിന് രാഷ്ട്രീയമായി ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നത് തെറ്റല്ലേ രഞ്ജിചന്ദ്രൻ? അല്ലെന്ന് നമ്മൾ കണ്ടല്ലോ. ഇന്ത്യയിൽ ഇവിടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, സുരക്ഷാ ഭടൻ വിചാരിച്ചാൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇവിടെ കൊല്ലപ്പെട്ടു. ഇവിടെ രാജീവ് ഗാന്ധി ഒരു പ്രധാനമന്ത്രിക്ക് എല്ലാവിധങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും അധികം സുരക്ഷ നൽകേണ്ട ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രിമാർ. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയെ ഒരു ചാവേറിന് കൊല്ലപ്പെടുത്താൻ പറ്റി, ഇന്ദിരാഗാന്ധിയെ ഒരു ചാവേറിന് കൊല്ലപ്പെടുത്താൻ പറ്റി, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മാനസിക നിലവാരമുള്ള ഒരു വ്യക്തിക്ക് ബഹുമാന്യ മുൻ പ്രധാനമന്ത്രിമാരെ കൊല്ലപ്പെടുത്താൻ പറ്റി. ഇവിടെയും ഒരു ചാവേറാണ്.
ആ ചാവേർ എന്തും തുനിഞ്ഞിറങ്ങി ആ ഒരു മാനസികാവസ്ഥയുമായിട്ടാണ് ഒരു ചാവേർ വരുന്നത്. പുറത്തുനിന്നുള്ള ആളല്ല, ഇന്ത്യക്കാരനാണ്. ഇവിടെ ബോംബെ എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിൽ ചാവേറുകൾ വന്നു. അവിടെ പ്രധാനപ്പെട്ട താജ് എന്ന് പറയുന്ന ഹോട്ടലിൽ അവർ ആക്രമിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സമയത്ത് പുൽവാമയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇനി ആ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ആ തീവ്രവാദികളെ, ഇങ്ങനെയുള്ള ചാവേറുകളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചാവേറുകളെ നിർമ്മിക്കുന്ന പാകിസ്ഥാനിലെ ബലാക്കോട്ട് എന്ന് പറയുന്ന ഈ ചാവേർ നിർമ്മാണശാലയുണ്ടല്ലോ, ആ ചാവേർ നിർമ്മാണശാലയെ തന്നെ ഭസ്മീകരിക്കുന്ന നിലപാടുമായിട്ടാണ് ഇന്ത്യയുടെ ഗവൺമെന്റ്, ഇന്ത്യയുടെ പട്ടാളം, ഇന്ത്യയുടെ വ്യോമസേന മുന്നോട്ട് പോയത്. ഇമാതിരിയുള്ള ചാവേറുകൾ ഇവിടെ ഇന്ത്യ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ചാവേറായി വരികയാണ്. ഉണ്ടാവാൻ പാടില്ല. അതിനെ കൂടി അഡ്രസ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മിലിറ്ററിക്കെതിരായി ഒരു ചെറുപ്പക്കാരൻ നിറയെ ബോംബുകളുമായി വരികയാണ്. ഇന്ത്യക്കാരനാണ് അയാൾ, ആ ചെറുപ്പക്കാരൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള ചാവേറുകളെ സൃഷ്ടിക്കുന്ന നക്ഷത്ര ചാവേർ നിർമ്മാണ ശാലയാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ബലാക്കോട്ടുള്ള ആ തീവ്രവാദ പരിശീലന കേന്ദ്രം. അവിടെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സാങ്കേതിക സാഹചര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ ഈ ചോദ്യത്തിനെ താങ്കൾ നിർമ്മാണശാല സാരമില്ലാത്ത പ്രശ്നമാണ്. നേരത്തെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു കളയാൻ കഴിയുന്ന ഒരു നിസാരവൽക്കരിക്കാൻ ഒരിക്കലും നിസാരവൽക്കരിക്കില്ലല്ലോ. നിസാരവൽക്കരിച്ചിരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ ഇവിടെ ആക്രമണം നടന്നപ്പോൾ ഇവിടുത്തെ ലൈൻ ഓഫ് കൺട്രോളിൽ അല്ലെങ്കിൽ ആ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് നമ്മൾ പോകില്ല എന്നുള്ള നിലപാടുമായിട്ട് ഇന്ത്യൻ ഭരണകൂടം ഇരിക്കില്ലേ? പക്ഷേ ഇന്ത്യൻ ഭരണകൂടം അങ്ങനെയല്ലല്ലോ. ഈ 43 നമ്മുടെ സൈനികരെ കൊന്നുവെങ്കിൽ നമ്മൾ 971 ശേഷം ഇവിടെ പാകിസ്ഥാന്റെ ലൈൻ ഓഫ് കൺട്രോൾ, പാകിസ്ഥാന്റെ അതിർത്തി മറികടന്നുകൊണ്ട് ആ പാകിസ്ഥാന്റെ സ്വദേശത്ത് ചെന്ന് അവിടെ അതിന്റെ ഉന്മൂലന കേന്ദ്രം തന്നെ തച്ചു തകർത്തില്ലേ? അതല്ലേ യഥാർത്ഥ തിരിച്ചടി. ഇനി ഇമാതിരിയുള്ള നിർമ്മാണശാലകൾ, തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെ പാകിസ്ഥാന്റെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മണ്ണിൽ പോയി തിരിച്ചടി കൊടുത്തില്ലേ? അതല്ലേ യഥാർത്ഥ തിരിച്ചടി. അത്ര ആവേശകരമായി മറുപടി പറഞ്ഞതുകൊണ്ട് നിസ്സാരമായി തീരുന്ന പ്രശ്നമാണ് ഇതെന്ന് തോന്നുന്നില്ല രഞ്ജിത് ചന്ദ്രൻ. കാരണം നിരവധി യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായിട്ടുണ്ട്, വലിയ നഷ്ടങ്ങൾ. ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യയും പാകിസ്ഥാനും 10-40 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഒരു രാജ്യത്തിന്റെ മനസ്സ് അതും അല്ല. നമുക്ക് ആ കാര്യങ്ങൾ തീർച്ചയായും താങ്കൾ പറഞ്ഞ വിഷയം പരിശോധിക്കാം. സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള ചില വാക്കുകൾ രാജ്യം പതിവില്ലാതെ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു നിർത്തിയ ചില ഇടങ്ങളിലേക്ക് തന്നെയാണ് ഈ ചർച്ച പോകാൻ ആഗ്രഹിക്കുന്നത്. ബുർഹാൻ വാണി എന്ന പേര് ഇന്ത്യയിൽ വളരെ ശക്തമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ. കശ്മീർ താഴ്വരയിൽ വലിയ തീവ്രവാദ പ്രവർത്തനത്തിന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നേതൃത്വം നൽകുന്നു. കൃത്യമായി അയാളെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്താൻ സൈന്യം തയ്യാറാകുന്നു. പക്ഷേ അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള നിർമ്മൽ സിംഗ് അടക്കമുള്ളവർ ബുർഹാൻ വാണിയുടെ വീട്ടിലെത്തി 4 ലക്ഷം രൂപ കുടുംബത്തിനും സർക്കാർ ജോലിയും കുടുംബത്തിലുള്ളവർക്ക് നൽകാമെന്നും പറയുന്നു. ഇത്തരം നിലപാടുകളല്ലേ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നത്? നേരത്തെ ഞാൻ രഞ്ജിത് ചന്ദ്രനോട് ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാകുന്നതും താങ്കളുടെ ചില സൂചനകളിൽ നിന്നാണ്. അതായത് ആദിൽ അഹമ്മദ് എന്ന ചെറുപ്പക്കാരന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മിലിറ്ററിക്ക് നേരെ തിരിയുന്നു, മരിക്കാനും കൊല്ലാനും തയ്യാറായി വരുന്നു. ഈ മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഇടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ എങ്ങനെയാണ് നമുക്കിതിനെ തരണം ചെയ്യാനാവുക? കുഞ്ഞിക്കണ്ണൻ. ഇതിന്റെ 2 വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അത് ഇന്ത്യയെ മാത്രമല്ല, ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാവേറുകളാവുന്ന താലിബാന്റെ നിരവധി പരിവാറുകൾ പാകിസ്ഥാനിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഖൈബർ പഖ്തൂൺ മേഖല അവരുടെ ഒരു പ്രധാനപ്പെട്ട താവള പ്രദേശമാണ്. ഇതുണ്ടാക്കിയത് അമേരിക്ക, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ പിന്തുണച്ചവരാണ് എല്ലാ മതരാഷ്ട്രവാദികളും. അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർ അജുബുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ പാകിസ്ഥാനിലെ നിരുദ്രകങ്ങളായ മദ്രസകൾ, മതപാഠശാലകൾ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റിയത്. ആ സംഘങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും അഴിഞ്ഞാടുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭരണകൂടവുമായി ചേർന്ന് അവർ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധത്തിന്, ജിഹാദിന് പ്രധാനമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. അതിനുള്ള ചാവേറുകളെ സംഘടിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഭീകരവാദികളെ നേരിടുന്ന കാര്യത്തിൽ നമുക്കും പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഒരുപോലെ പരാജയമുണ്ട്. കാരണം പാകിസ്ഥാൻ ഭരണകൂടം ഇവരെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവർ പാകിസ്ഥാൻ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മുസ്ലിം
മതപരമായ ഒരു വൈകാരിക അവസ്ഥയെ ഉപയോഗിച്ചാണ് ഇമ്രാൻഖാൻ പോലും അവിടെ അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകളൊക്കെ ശ്ലാഘനീയമാണ്. ഇമ്രാൻഖാൻ പോലും അദ്ദേഹം ഒരു ആധുനികനായിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് നിന്നപ്പോൾ അയാൾക്ക് വോട്ട് കിട്ടിയില്ല. പക്ഷേ ഈ മതതീവ്രവാദികളുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് പട്ടാളത്തിന്റെയും ഇത്തരം ഗ്രൂപ്പുകളുടെയും പിന്തുണയുണ്ടായി. ISI അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അത് നമുക്കറിയാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ 47 മുതൽ കാശ്മീർ പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. എപ്പോഴും എന്താണ് ഇന്ത്യൻ ഭരണകൂടം ആഭ്യന്തരമായി നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കാശ്മീരിൽ ഒരു സ്ഫോടനമോ ഒരു ഭീകരാക്രമണമോ ഉണ്ടാകും. അതിനെ ചൊല്ലി നമ്മൾ വലിയ വൈകാരികമായ ദേശ സംഘിതവാദപരമായ വികാരങ്ങൾ ഉണർത്തും. ഇത് എത്രയോ കാലമായി ആവർത്തിക്കുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ ഈ എൻ്റെ സുഹൃത്ത് BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ജെയ്ഷെ മുഹമ്മദ് അതിൻ്റെ നിർമ്മാണശാലകളെയൊക്കെ ഞങ്ങളാകെ പുകച്ച് പൊള്ളിച്ച് ഇല്ലാതാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മിസ്റ്റർ മസൂദ് അസഹർ ഇന്ത്യൻ തടവറയിൽ കടന്ന ആളാണ്. അദ്ദേഹം 92 കാലഘട്ടങ്ങളിൽ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും ജിഹാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്ത ആളാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് നേരെയുള്ള അക്രമങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെട്ട ആളാണ്. അയാളെ മോചിപ്പിക്കാൻ കാണ്ഡഹാറിലേക്ക് വിമാനം റാഞ്ചി കൊണ്ടുപോയപ്പോൾ നമുക്കതിനെ ധീരമായി നേരിടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ലജ്ജാകരമായി കീഴടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ കീഴടങ്ങിക്കൊണ്ട് ഈ മസൂദിനെയും 3 ജിഹാദി തടവുകാരെയും നമ്മൾ കാണ്ഡഹാറിലേക്ക് എത്തിച്ചു കൊടുത്തു. കൈമാറുക മാത്രമല്ല ഇത്, അന്നത്തെ വിദേശകാര്യമന്ത്രി ഇവരെ കൂടെ പോയിട്ട് താലിബാന്റെ കേന്ദ്രത്തിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുക ഉണ്ടായത്. ജസ്വന്ത് സിംഗിന്റെ പുസ്തകം പറയുന്നത് കോടിക്കണക്കിന് രൂപയും 547 കോടിയോളം രൂപയും താലിബാനുകൾക്ക് ഇന്ത്യൻ ഭരണകൂടം കൊടുത്തു എന്നുള്ളതാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ ഇവരെ കൈമാറുന്നതിനുമായി ഇവരോടൊപ്പം പോയി എന്നാണ്. പോയി ജസ്വന്ത് സിംഗ് കാണ്ഡഹാറിലെ താലിബാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നിട്ടാണ് ഈ 3 തടവുകാരെയും, അതായത് ഇന്നത്തെ മസൂദ് അസഹർ എന്ന ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ കൈമാറുന്നതിന് നേരിട്ട് അവിടെ ചെന്ന് കൈമാറിയത് ജസ്വന്ത് സിംഗ് ആണ്. ജസ്വന്ത് പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്ന എല്ലാ ആളുകൾക്കും ഇക്കാര്യം അറിയാം. അപ്പൊ കാശ്മീരിലെ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഭീകരവാദികൾ സ്വയം ഉണ്ടാകുന്നു. അവർക്ക് ഈ 5 സ്റ്റാർ കേന്ദ്രങ്ങൾ എങ്ങനെയാ ഉണ്ടാവുന്നത്? ആരാ പണറക്കുന്നത്? ആരാണ് ഈ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദിനും ഉൾപ്പെടെയുള്ള പല രൂപങ്ങളിൽ പല നാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ആരാണ് പണമിറക്കുന്നത്? അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് പല ഘട്ടങ്ങളിലായി ആയിരക്കണക്കിന് കോടി ഡോളറുകൾ ഒഴുക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക്. തങ്ങളുടെ ഈ മേഖലയിലെ സ്ട്രാറ്റജിക്കായ താല്പര്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദികളെ ഉപയോഗിക്കുന്നു എന്നതാണ്, ഭീകരവാദികൾ ഉപയോഗിക്കുന്നുള്ളതാണ്. അതൊരു സമാന്തര രാഷ്ട്രവ്യവസ്ഥ പോലെ താലിബാനിസം ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുകയാണ്. അതിനോട് പലപ്പോഴും ഇന്ത്യൻ ഭരണാധികാരികൾ വിട്ടുവീഴ്ച ചെയ്തു. ഇന്ത്യക്കകത്ത് വരുമ്പോൾ എന്താണ്, കാശ്മീർ എന്തുകൊണ്ട് അന്യവൽക്കരിക്കപ്പെട്ടു? കാശ്മീരിലെ ജനങ്ങളെയും ഭീകരവാദികളെയും വേർതിരിച്ചെടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല? നമ്മൾ ആത്മവിമർശനപരമായി പരിശോധിക്കണം. അപ്പൊ ഈ പ്രശ്നത്തിൽ നമ്മളിങ്ങനെ തർക്കിക്കുന്ന വിഷയമല്ല, അതിനപ്പുറത്തൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അയൽപക്ക രാജ്യങ്ങളുമായിട്ടുള്ള നല്ല സൗഹൃദത്തിലൂടെ ഉഭയകക്ഷി പ്രശ്നത്തിലൂടെ ഭീകരവാദികൾ ഉയർത്തുന്ന ഭീഷണിയെ നമുക്ക് നേരിടാൻ കഴിയണം. ശ്രീ KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ ശ്രീ ഫാബിയാൻ, താങ്കൾ ടെലിഫോണിലുണ്ടെന്ന് കരുതുന്നു. പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ പരിശോധിച്ചതുപോലെ. ഈ കാണ്ഡഹാർ വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ട അന്ന് സൈന്യം ഇന്ത്യൻ ഭരണാധികാരികളോട് പറഞ്ഞത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. പക്ഷെ അന്ന് അതിന് തയ്യാറാകാൻ കഴിഞ്ഞില്ല. അത് സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് അങ്ങനെ ഒരു തീരുമാനമേ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണോ താങ്കൾ കാണുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബുർഹാൻ വാണിയെ സൈന്യം കൊലപ്പെടുത്തുന്നു. പക്ഷേ BJPയും PDPയും തമ്മിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ആ വീട്ടിൽ പോയി പറയുന്നത് ഒരു അപകട ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണ്, ടാർഗറ്റ് ചെയ്ത് കൊന്നതല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ 4 ലക്ഷം രൂപ കുടുംബത്തിന് തരാൻ തയ്യാറാണ്, കുടുംബത്തിൽ ഒരാളിന് ജോലിയും തരാൻ തയ്യാറാണ്. ഇത്തരം നീക്കങ്ങൾ സൈന്യത്തിന്റെ മനോവീര്യത്തിനെ കെടുത്തുന്നതിന് കാരണമാകുന്നുണ്ടോ ഫാബിയാൻ? ശ്രീ KP ഫാബിയാൻ. ശ്രീ KP ഫാബിയാൻ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ രഞ്ജിചന്ദ്രൻ, ഈ സൂചിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണിത്. താങ്കളോടും ഞാനിത് പങ്കുവയ്ക്കുകയാണ്, ഈ ചോദ്യത്തിന്റെ ആശങ്ക. ഒപ്പം
KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു നിർത്തുന്നത് പോലെ ഒരു സങ്കുചിതമായ ഈ ഘട്ടത്തിൽ ഉയർത്തി വെക്കേണ്ട ദേശീയ വികാരം എന്നത് ഒരു സങ്കുചിതമായ താല്പര്യത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനെ കാണാനും യുദ്ധങ്ങളിലേക്ക് പോകാതെ സമാധാനപരമായി നമ്മുടെ രാജ്യം അതിന്റെ നട്ടെല്ല് നിവർത്തി തന്നെ നിൽക്കണം, അതോടൊപ്പം നമ്മുടെ സഹവാസികളായ ആളുകളെ, അത് തീവ്രവാദമല്ല, തീർച്ചയായും അതിനെ ഉന്മൂലനം ചെയ്തേ മതിയാകൂ. പക്ഷേ കൃത്യമായ നയതന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതല്ലേ? അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ജനാധിപത്യ ബോധം കൂടി ഉണ്ടാകേണ്ടേ രഞ്ജിത് ചന്ദ്രൻ? ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തെ സംബന്ധിച്ച് അവിടെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഭാഷയല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് മനസ്സിലാകുന്നത്. പാകിസ്ഥാന് മനസ്സിലാകുന്ന ഭാഷയാണ് ഇപ്പോൾ ഈ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്നത്. ഈ ഭാഷയാണ് പാകിസ്ഥാന് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ഇവിടെ പറഞ്ഞു, കാരണം ഇന്ത്യ പല ചർച്ചകൾക്ക് അതീതമായിട്ട് നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടുത്തെ 3 സൈനിക മേധാവികളും കൂടി ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. ആ പത്രസമ്മേളനത്തിന്റെ വിവരം ഇവിടുത്തെ പാകിസ്ഥാൻ അറിയുകയും അതിന് തൊട്ടു മുമ്പായിട്ടാണ് പാകിസ്ഥാന്റെ ഭരണകൂടം ഇദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് മനസ്സിലാകുന്ന ഭാഷ ഈ ഭാഷയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നേരത്തെ മസൂദ് അസറിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ബഹുമാന്യയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ അതിന്റെ പരിശീലന കേന്ദ്രമാണ് തകർക്കപ്പെട്ടുവെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനെ അടക്കം തന്നെ ഈ ജെയ്ഷെ ഇന്ത്യക്ക് ഹാനികരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തലവനെ അടക്കം ഇന്ത്യ പൊതു സമൂഹത്തിലും അമേരിക്കയിലും അടക്കം ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ഒറ്റതിരിഞ്ഞ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ആ രീതിയിലോട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രീ രഞ്ജിത് ചന്ദ്രൻ, ഒരു കാര്യം ചോദിക്കട്ടെ. സൈന്യത്തിന്റെ ആ ഇടപെടലിനെയും ആത്മവീര്യത്തിനെയും ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്നു. പക്ഷെ താങ്കൾ നേരത്തെ യെദ്യൂരപ്പയെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബൈറ്റിന്റെ ഒരു ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കരുത്, അത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. മോഹൻ ഭാഗവത് ഒക്കെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? അത് ശരിയായ നിലയിലാണോ? കാരണം സൈന്യത്തിന് ഇതിനെ സംബന്ധിച്ച് ഒരു ആക്രമണ പദ്ധതി തയ്യാറാക്കാൻ മാസങ്ങൾ എടുക്കും, പക്ഷെ RSSന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ശരിയാണോ രഞ്ജിത് ചന്ദ്രൻ? അല്ല, തീർച്ചയായിട്ടും ഇത് ഒരു ആക്രമണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈനിക നടപടികളെ സംബന്ധിച്ചോ ഒക്കെ തന്നെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ സർവ്വസൈന്യാധിപരാണ്. അവരുടെ ഇവിടുത്തെ ഈ 3 സേനകളുടെ അധിപരാണ്. അവരിവിടെ കൃത്യമായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മുഴുവൻ ജനതയും അഭിസംബോധന ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ തല കുനിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിന് സമാനമായിട്ട് 60 മണിക്കൂറിന് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തി. അത് തീർച്ചയായിട്ടും അവർ അഭിസംബോധന ചെയ്യും. പ്രതിരോധ വകുപ്പ് മന്ത്രിയായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായാലും അവരെല്ലാം തന്നെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയുടെ മുഴുവൻ സമൂഹത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ജനതയ്ക്കും ഒക്കെ തന്നെ ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ്. അല്ലാതെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ അവർക്ക് സൈന്യത്തിനും അതുപോലെ തന്നെ ജനതയ്ക്കുമൊക്കെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലോട്ടുള്ള പ്രസ്താവനകളുമായിട്ടാണോ ഒരു ഭരണകൂടം നേതൃത്വം നൽകുന്നവർ? അല്ല, ഈ മോഹൻ ഭാഗവതിന്റെ ഒക്കെ ഒരു പ്രസ്താവന സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്നതാണോ, മനോവീര്യം വർദ്ധിപ്പിക്കുന്നതാണോ? അല്ല, 962 ഇവിടുത്തെ യുദ്ധത്തിലടക്കം പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന് ഞാൻ ചോദിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന് ബഹുമാന സൂചകമായിട്ട് ഇവിടുത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ വരെ അവരെ നെഹ്റു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങനെയാണോ കാര്യങ്ങൾ? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ചൈനയുടേതെന്നും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അന്നത്തെ സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ. RSS പാകിസ്ഥാനിലെ മത തീവ്രവാദികളെ പോലെ തന്നെ ഇന്ത്യക്കകത്ത് മതാത്മകമായ തീവ്രവാദവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയ സംഘീതവാദവും പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് RSS മേധാവി മിസ്റ്റർ മോഹൻ ഭഗവത് ഇന്ത്യൻ സൈന്യത്തെ ഒരിക്കലും വിലവെക്കില്ല. കാരണം ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയാകെ ഉൾക്കൊള്ളുന്ന
ഒരു സിവിലിയൻ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈന്യമാണ്. ആ സൈന്യത്തെ അദ്ദേഹം എപ്പോഴും അപകീർത്തിപ്പെടുത്തും. ആ സൈന്യത്തെ നിരന്തരമായി അദ്ദേഹം എന്ത് ചെയ്യും? കുറച്ച് കാണും. കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബഹുസ്വരത, അതിൻ്റെ ഒരു സെക്കുലർ ഫോം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയം. ഈ അയൽരാജ്യങ്ങളിലെല്ലാം തന്നെ മതാത്മക സ്വാധീനം മൂലം പട്ടാള സ്വേച്ഛാധിപത്യത്തിലേക്ക് രാജ്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ രാജ്യം പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ സെക്കുലറിസവും ജനാധിപത്യവും കൊണ്ടാണ്. ആ സെക്കുലറിസം നമ്മുടെ സൈന്യം നന്നായി ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ ബഹുദേശീയതകളിൽ നിന്ന്, ഭാഷാ സമൂഹങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ മതസമൂഹങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ ഗോത്ര വംശവിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇന്ത്യൻ സൈന്യം. അവർ ഇന്ത്യൻ സൈന്യം എന്ന നിലക്ക് ഒന്നാണ്. ആ സൈന്യത്തെ മതവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകൾ പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന പോലെ ഇവിടെ നടത്തുന്നതും നമ്മൾ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ മോഹൻ ഭഗവത്തിനെ പോലുള്ള ഒരാള് അദ്ദേഹം എന്തും പറയും. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം കുറഞ്ഞാലൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടന പാകിസ്ഥാനിലെ മുസ്ലിം മതരാഷ്ട്രവാദികളെ പോലെ തന്നെ, മുസ്ലിം മതരാഷ്ട്രം ഉണ്ടാകണമെന്ന് വാദിക്കുന്ന തീവ്രവാദികളെ പോലെ തന്നെ ഇന്ത്യക്കകത്തും അവർ അവരുടേതായ അജണ്ട നടപ്പാക്കും. ശ്രീ PS സലീം, താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുൽവാമ ഭീകരാക്രമണം കഴിഞ്ഞ് നമുക്കറിയാം സോഷ്യൽ മീഡിയക്ക് വല്ലാതെ നിയന്ത്രണങ്ങളില്ലാതെ പെരുമാറുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നൊരു കാലം കൂടിയാണിത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ കേരളത്തിലൊക്കെ ഒരു സമാന സ്വഭാവമുള്ള ഒരു പോസ്റ്റിലേക്ക്, ഷെയറിങ്ങിലേക്ക് കാര്യങ്ങളോ, അതായത് ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ ഹിന്ദുവാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഞങ്ങൾ BJP ആണ്, പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ ഒരു കൗണ്ടർ ക്യാമ്പയിനിലേക്കൊക്കെ വരേണ്ട നിലയിൽ ഒരു യുവത്വത്തിന് മാറേണ്ടി വന്നു. നമ്മുടെ രാജ്യത്ത് ഈ വിഷയം, ഇപ്പോൾ ഉണ്ടായ ഭീകരാക്രമണം അടക്കമുള്ള ചില വിഷയങ്ങൾ സങ്കീർണമായ ചില മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുന്നതായി കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? അല്ല, ആനന്ദ്, ഇതിന്റെ ആദ്യഘട്ടത്തിൽ ആനന്ദ് പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. നമ്മൾ മാറ്റിവെക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പാലക്കോട്ടിൽ ഇന്ത്യൻ വൈമാനികർ നടത്തിയ ഒരു അവരുടെ ഒരു ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് നശിപ്പിച്ച് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മുന്നേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ രാജ്യം ഒന്നിച്ച് അതിനൊരു വൈകാരികവും ധാർമ്മികമായിട്ട് നൽകിയതാണ്. പക്ഷേ ഒരു ദേശീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടായ ഒരുപക്ഷെ ഒരു യുദ്ധരംഗത്ത് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്വീകരിക്കരുതാത്ത ഒട്ടേറെ നിലപാടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. സർജിക്കൽ എന്ന് പറയുന്നത് പോലും അത് അതിന്റെ എല്ലാ സ്വകാര്യതകളും നിലനിർത്തി ചെയ്യേണ്ട ഒരു മിലിറ്ററി ഓപ്പറേഷൻ, അതുപോലും ഒരു ഓപ്പൺ ഡിസ്കഷൻ വിധേയമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യം ഉയർത്തിപ്പിടിക്കേണ്ട, അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ഭീകരതയെ തുടച്ചു നിൽക്കാനുള്ള ഒരു ഗവൺമെന്റിന്റെയും ഒരു സൈനിക ശക്തിയുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളിലേക്ക് ഒരുപക്ഷെ ഈ പുൽവാമ 44 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന്റെ നിഴൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് അതുപോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയ സാധ്യതയുമായി ബന്ധപ്പെടുത്തി രഞ്ജിചന്ദ്രൻ, അവസാനമായി വളരെ പരിമിതമായ സമയമാണ്. താങ്കൾ ഇനിയെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യത്തിൽ ഒരു വൈൻഡപ്പിലേക്ക് പോകുമ്പോൾ കടക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ജനതയെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് ഒറ്റ മനസ്സായി നേതൃത്വം കൊടുത്തുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഒരിക്കലും രാഷ്ട്രീയ വേദികളിൽ ഈ വിഷയം ഉണ്ടാകരുത്, വർത്തമാനം പറയരുത് എന്നൊരു നിലപാടെങ്കിലും താങ്കൾക്ക് ഈ ചർച്ചയുടെ അവസാനം മുന്നോട്ട് വെക്കാനാകുമോ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയെ ഭരിക്കുന്ന ആ നേതൃത്വമോ ഭാരതീയ ജനതാ പാർട്ടിയോ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ ആവശ്യവുമില്ല. ഒട്ടനവധി ജനകീയമായിട്ടുള്ള പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന് ആ ജനകീയമായിട്ടുള്ള പദ്ധതികൾ മാത്രം മതി. ജനകീയമായിട്ടുള്ള പദ്ധതികൾ മാത്രം കൊണ്ട് ഈ സർക്കാരിന് തെരഞ്ഞെടുപ്പിനെ നേരിടാം. പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ട വസ്തുത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്.
ജനങ്ങൾ ഭീതിയിലാകുമ്പോൾ, ജനങ്ങൾ ഈ ഒരു ആക്രമണത്തിൽ ജനങ്ങളുടെ മനസ്സ് ചഞ്ചലമാകുമ്പോൾ ആ ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. ഇവിടെ ഓഖി ദുരന്തത്തിൽ ഇവിടത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ മാനസികമായിട്ട് താഴ്ന്നപ്പോൾ അവരുടെ മാനസിക നില ഉയർത്തുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി നേരെ വന്ന് നിർമ്മലാ സീതാരാമൻ നേരിട്ട് വന്ന് കൈകൂപ്പി അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അതിന് സമാനമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ രാജ്യത്തിനോടൊപ്പമുണ്ട്, ഈ രാജ്യത്തിന്റെ മനസ്സ് താഴ്ത്തുവാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ശിരസ് താഴ്ത്തുവാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല. ഈ 43 സൈനികരുടെ കുടുംബങ്ങൾ ഒറ്റപ്പെടില്ല, അവരുടെ ജീവത്യാഗം പാഴാകില്ല എന്ന് പറയുവാൻ വേണ്ടിയുള്ള ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. നേരത്തെ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ഇവിടെ RSSനേക്ക് ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ, നിങ്ങളാണ് യഥാർത്ഥ രീതിയിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. 962 നിങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ EMS പറഞ്ഞു, അടികൂടുന്നത് ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത് എന്ന് നിങ്ങളുടെ നേതാവ് പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതിന് സമാനമായിട്ടുള്ള വർത്തമാനമാണ്, അതിന് സമാനമായിട്ടുള്ള പ്രസ്താവനയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്നത്. ചർച്ച നടത്തണം പോലും 43 പേരെ ചുട്ടരിച്ച ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളുമായിട്ട് ചർച്ച നടത്തണം പോലും, വിഘടനവാദികളുമായിട്ട് ചർച്ച നടത്തണം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിനോട് സ്ഥിതിഗതികൾ തുറന്നു പറയാൻ ബാധ്യസ്ഥനാണ്. ചഞ്ചലപ്പെട്ട മനസ്സുകളെ ശക്തമാക്കാൻ ബാധ്യസ്ഥനാണ് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന നിലയിൽ. അതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും അവർ പറഞ്ഞിട്ടില്ല. കൃത്യമായ നിലപാടുകൾ എടുക്കാനുള്ള ശേഷിയും ആ നിലയിലുള്ള മുന്നോട്ട് പോക്കിനും BJP തയ്യാറെടുക്കുന്നു ജനകീയമായി എന്നാണ് രഞ്ജിത്തേന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ, അല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളുടെ ആകെ പ്രഖ്യാപിത നിലപാടാണ്. മിസ്റ്റർ രഞ്ജിത്ത് കോടിയേരിയെ തെറ്റായി ഉദ്ധരിക്കരുത്. കോടിയേരി ജെയ്ഷെ മുഹമ്മദുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കോടിയേരി പാകിസ്ഥാന്റെ ഭീകരവാദികളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതൊക്കെ നിങ്ങളാണ് നടത്തുന്നത്. ചർച്ചയും അവരുടെ വിമാനം റാഞ്ചുമ്പം ആളുകളെ തടവിലുള്ള ജെയ്ഷെ മുഹമ്മദ് തലവിനെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങളാണ്. സഖാവ് കോടിയേരി വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി രീതിയിൽ ചർച്ച ചെയ്യണം. ആഗോള പേരുടെ ജീവത്യാഗത്തിന്റെ സമയത്താണോ പേരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ലോക സാഹചര്യം ഇവിടെ മിസ്റ്റർ രഞ്ജിത്ത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. മര്യാദ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചാടി വീഴരുത്. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ. പാകിസ്ഥാനുമായിട്ടുള്ള കാശ്മീരിനെ പറയുന്ന സംഘർഷങ്ങൾക്ക്, അതിർത്തി തർക്കങ്ങൾക്ക് ഉഭയകക്ഷി ചർച്ചയിലൂടെ തന്നെയാ പരിഹാരം കാണാൻ കഴിയൂ. അതൊരു യുദ്ധത്തിലേക്ക് എത്തിക്കരുത്. യുദ്ധം മിസ്റ്റർ രഞ്ജിത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. സാഹചര്യത്തെ ഉപയോഗിച്ച് ഏതായാലും രഞ്ജിച്ചന്ദ്രൻ അങ്ങനെയല്ല, ആ കുഞ്ഞിക്കണ്ണൻ പറയുന്നതിന്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നോക്കി കാണണം. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ നിലയിൽ നമ്മുടെ സമൂഹത്തിനെ ആകെ പിന്നോട്ടടിക്കുന്ന നിലയുണ്ടാകും. തീർച്ചയായും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടണം. എങ്കിലും വളരെ കൃത്യമായി ന്യൂസ് ആൻഡ് വ്യൂസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഒരിക്കലും ഈ വിഷയം രാഷ്ട്രീയ വേദികളിൽ രാഷ്ട്രീയ ക്യാമ്പയിനുകളായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കുന്നതിനുള്ള മാർഗമായും ഒരു രാഷ്ട്രീയ കക്ഷിയും ഉപയോഗിക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നയാൾ ആരായാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല. അങ്ങനെ ചെയ്താൽ അത് തെറ്റ് എന്ന് തന്നെ ഈ രാജ്യം പറയും. ചരിത്രം അങ്ങനെ അടയാളപ്പെടുത്തുകയും ചെയ്യും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി.